ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട വാർത്ത വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത്. സംഭവത്തിൽ പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹനിയ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുന്നതിന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഹനിയയുടെ കൊലപാതകത്തോടെ മേഖലയിലെ യുദ്ധഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതാദ്യമായല്ല മൊസാദ് ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഹനിയയുടേതിന് സമാനമായ കൊലപാതകങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഏറെ ചർച്ചയായ ഒന്നാണ് പാലസ്തീൻ വിമോചന നേതാവ് വാദി ഹദാദിന്റെ കൊലപാതകം. 1978 പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ നേതാവ് വാദി ഹദാദ് കൊല്ലപ്പെട്ടത്. 1976 എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിൽ വാദി ഹദാദ് പങ്കെടുത്തിരുന്നു. എൻഡബെ ഹൈജാക്കിംഗ് എന്നാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടത്. ഇതിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മൊസാദ്. വിമാനം റാഞ്ചലിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു വാദി ഹദാദ്. ഇദ്ദേഹമായിരുന്നു മൊസാദിന്റെ ലക്ഷ്യം. ഹദാദിനെ കൊലപ്പെടുത്താൻ വളരെ രഹസ്യമായ രീതിയാണ് മൊസാദ് പിന്തുടർന്നത്. ഈ ദൗത്യത്തിന്റെ ചുമതല അവർ ഏജന്റ് സാഡ്നസിനെ ഏൽപ്പിച്ചു. ഹദാദിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശന അനുമതിയുള്ള ആളായിരുന്നു ഏജന്റ് സാഡ്നസ്. 1978 ജനുവരി 10 ഏജന്റ് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് മാറ്റി പകരം വിഷം കലർന്ന ടൂത്ത് പേസ്റ്റ് വെച്ചു. ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ വിഷമായിരുന്നു ടൂത്ത് പേസ്റ്റിൽ കലർത്തിയത്. ഓരോ തവണ പല്ലു തേക്കുമ്പോഴും ഈ വിഷം ചെറിയൊരളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ തുടങ്ങി. ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്ന ഹദാദിന്റെ ആരോഗ്യം പൂർണ്ണമായി ക്ഷയിക്കാൻ തുടങ്ങി. അടിവയറ്റിൽ വേദന, വിശപ്പില്ലായ്മ, ഭാരക്കുറവെന്നിവ ഹദാദിന് അനുഭവപ്പെട്ടു. ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഹദാദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായില്ല. വൈകാതെ ഹദാദിന് ഹെപ്പറ്റൈറ്റിസും പനിയും പിടിപെട്ടു. ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് പോലും ഫലമുണ്ടായില്ല. മുടി കൊഴിയാനും തുടങ്ങി. ഇതോടെയാണ് ഹദാദിന്റെ ശരീരത്തിൽ വിഷാംശം കടന്നിരിക്കാമെന്ന സംശയമുണ്ടായത്. തുടർന്ന് പാലസ്തീൻ വിമോചന നേതാവ് യാസർ അറാഫത്ത് ഈസ്റ്റ് ജർമ്മൻ സീക്രട്ട് സർവീസായ സ്റ്റാസിയുടെ സഹായം തേടി. വിമാനമാർഗം ഹദാദിനെ ഈസ്റ്റ് ബെർലിനിലെ രഹസ്യ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഡോക്ടർമാർ ഹദാദിനെ വിശദമായി പരിശോധിച്ചു. എന്നാൽ ഹദാദിന്റെ രോഗത്തിന്റെ കാരണം കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. എലിവിഷമോ താലിയം പോലുള്ള വിഷമോ ആയിരിക്കാം ഹദാദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ ഈ സംശയം സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളൊന്നും ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദിവസം ചെല്ലുന്തോറും ഹദാദിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായി. ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതും അദ്ദേഹത്തെ അവശനാക്കി. 10 ദിവസത്തോളം ഡോക്ടർമാർ ഹദാദിനെ മയക്കി കിടത്തി. എന്നാൽ ഹദാദിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. 1978 മാർച്ച് 29 അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. മസ്തിഷ്കത്തിലുണ്ടായ രക്തസ്രാവവും ന്യൂമോണിയയുമാണ് ഹദാദിന്റെ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രൊഫസർ ഓട്ടോ പ്രോകോപ്പ് പറഞ്ഞു. ഹദാദിന് നേരെ നടന്ന വിഷപ്രയോഗം സംബന്ധിച്ച വിവരം വർഷങ്ങളോളം ചുരുളഴിയാത്ത രഹസ്യമായി തുടർന്നു. 3 പതിറ്റാണ്ടിന് ശേഷമാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തുവന്നത്.